കല്യാണം നടന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവൾ ഫ്രോഡാണെന്നുള്ളത്. ഫ്രോഡെന്ന് പറയണത് ഇവൾ ഭയങ്കര സാധനമാണ്. ഇവൾ മദ്യപിച്ച് ചിലപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഭീഷണി, ഞങ്ങൾ ചിലപ്പോൾ കൊല്ലാൻ വരെ ഇവൾ സന്നിധരാകും എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പല പ്രാവശ്യങ്ങളിലും. ഞങ്ങൾ നേരം വെളുക്കുന്നവരെ പേടിച്ചിട്ട് കുത്തിയിരുന്നിട്ട് കാര്യം, ഇവൾ വെള്ളത്തിൽ വല്ല വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും കലക്കി തന്ന് നമ്മൾ അവപ്പെടുത്താൻ വിചാരിക്കുമോ എന്നുള്ള കാര്യം, അത്ര ഭീകരതയാണ് ഇവൾ. അത് കഴിഞ്ഞപ്പോൾ ഈ മദ്യപിച്ച് കഴിഞ്ഞപ്പോൾ ഇവൾ ഭയങ്കര ഭീകരതയാണ്. എന്നെ ഫാനൊക്കെ എടുത്ത് അടിച്ചിട്ടുണ്ട്, ഈ ടേബിൾ ഫാൻ. ഞങ്ങൾക്ക് ചതി പറ്റിപ്പോയതാണ്, ഞങ്ങൾ ചതിയിൽ വീണ് പോയതാണ്. കാര്യമെന്ന് പറയുമ്പോൾ ഇവളൊരു നല്ലൊരു സ്വഭാവമുള്ളതാണ്. അപ്പനും അമ്മയും മരിച്ചു പോയില്ലേ, ഇവർ അനാഥ കൊച്ചല്ലേ. അപ്പോൾ ഞങ്ങൾ അത്രയോ കണ്ടുള്ളൂ. കാര്യം ഇവരിൽ നിന്ന് കണ്ടെന്ന് പറയുമ്പോൾ ഒരു അപ്പനും അമ്മയും ഇല്ലാത്തൊരു കൊച്ചിനെ ഒന്ന് സംരക്ഷിക്കുക എന്ന് മാത്രമേ ഞങ്ങളുടെ മനസ്സിൽ അപ്പം ചിന്തിച്ചുള്ളൂ. കാര്യം ഇവരുടെ നിലവിളിയും ഇവരുടെ ദയ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച് അതിൻ്റെ ഒരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കല്യാണം ആലോചിച്ച് ഇങ്ങനെ കല്യാണം നടത്തിയത്. അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെയുള്ളൊരു എന്ത് സിറ്റുവേഷൻ എന്തെങ്കിലും ഒരു അറിഞ്ഞിരുന്നു വെച്ചാൽ ഞങ്ങൾ ഈ ബന്ധത്തിൽ ഏർപ്പെടിയില്ല. അവർക്ക് താല്പര്യമില്ല, അവന് താല്പര്യം അവനില്ല. ഞങ്ങൾ ഈ പെണ്ണ് ഹോസ്റ്റലിൽ നിന്ന പെണ്ണായിരുന്നു, അവന് താല്പര്യമൊന്നും ഇല്ല, അവൻ സ്നേഹിച്ചതൊന്നുമില്ല. അപ്പം ഇവനെ വിവാഹം ചെയ്തിട്ട് ബന്ധം വേർപെടുത്തി, ഇവൻ വേറൊരു വിവാഹം ചെയ്തായിരുന്നു. എന്നിട്ട് വേറൊരിടത്ത് അവൻ കല്യാണം ചെയ്യാനൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പോൾ 2ാം വിവാഹമാണ്. അപ്പോൾ ഇങ്ങനെ നിന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ് നീ ഇങ്ങനെ നിന്നാൽ നിൻ്റെ ജീവിതം പോകില്ല, ഞങ്ങൾ രണ്ടുപേരും പ്രായമായിരിക്കല്ലേ, മരിച്ചു കഴിഞ്ഞാൽ ജീവിതം പോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും മദ്യപിക്കുന്നവർക്കെന്ന് പറയുമ്പോൾ ഈ നമുക്ക് അടുത്തുനിന്നൊന്നും പെണ്ണൊന്നും കിട്ടത്തില്ല, നല്ലൊരു കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടത്തില്ല. അത് പെണ്ണ് കിട്ടാതെയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചേടാ ഇപ്പോൾ ഇങ്ങനൊരു കൊച്ച് നല്ലൊരു കൊച്ചല്ലേ, ഇവൻ്റെ കൂടെ ജീവിക്കുന്നുണ്ട്, ജീവിച്ചോട്ടെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഈ കല്യാണം നടത്തിയത്. പക്ഷേ ഇത് കല്യാണം നടന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവൾ ഫ്രോഡാണെന്നുള്ളത്. ഫ്രോഡെന്ന് പറയണത് ഇവൾ ഭയങ്കര സാധനമാണ്. ഇവൾ മദ്യപിച്ച് ചിലപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഭീഷണി, ഞങ്ങൾ ചിലപ്പോൾ കൊല്ലാൻ വരെ ഇവൾ സന്നിധരാകും എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പല പ്രാവശ്യങ്ങളിലും. ഞങ്ങൾ നേരം വെളുക്കുന്നവരെ പേടിച്ചിട്ട് കുത്തിയിരുന്നിട്ട് കാര്യം, ഇവൾ വെള്ളത്തിൽ വല്ല വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും കലക്കി തന്ന് നമ്മൾ അവപ്പെടുത്താൻ വിചാരിക്കുമോ എന്നുള്ള കാര്യം, അത്ര ഭീകരതയാണ് ഇവൾ. അത് കഴിഞ്ഞപ്പോൾ ഈ മദ്യപിച്ച് കഴിഞ്ഞപ്പോൾ ഇവൾ ഭയങ്കര ഭീകരതയാണ്. എന്നെ ഫാനൊക്കെ എടുത്ത് അടിച്ചിട്ടുണ്ട്, ഈ ടേബിൾ ഫാൻ എടുത്ത് അടിച്ചിട്ട് ഞാൻ ഇതിങ്ങനെ തടഞ്ഞിട്ട് 2ആയിട്ട് കണ്ടിച്ചു പോയി. കാര്യം ഇവർ മദ്യപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ഉറങ്ങണം, ഞങ്ങൾക്കൊന്നും ഉറങ്ങാനൊക്കുന്നില്ല, നിങ്ങൾ ഈ മദ്യപിച്ച് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയാൽ ഞങ്ങൾക്ക് കിടന്ന് ഉറങ്ങാനൊക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളെ ഞങ്ങൾക്ക് ചൂടായി ഫാൻ എടുത്ത് കിളവാ നിന്നെ തല്ലി കൊല്ലൂടാന്ന് പറഞ്ഞ് ഫാൻ വരെ എടുത്തവരാണ്. ഇവർ തർക്കം എന്ന് പറഞ്ഞാൽ ഇവർ കുടിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും വേണ്ട, അവൻ്റെ അടുക്ക് എന്തെങ്കിലും പറയാം അവൻ അടിക്കും, ഇവളും അടിക്കും. ഇതാണ് ഇവിടുത്തെ പരിപാടി. അത് ആർക്കും ഇഷ്ടമല്ല. കാര്യം എന്ന് പറയുമ്പോൾ ഇവള് മദ്യപിച്ച് ഇങ്ങനെയുള്ള രീതിയിലൊക്കെ പോകുന്നതുകൊണ്ട് ഒരു മദ്യപിക്കുന്ന ആരെയും ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാകത്തില്ല, അവർ നേരെ ചൂടാകും. ഒരു 3ാം ലിംഗക്കാരിയാണ്, അങ്ങനൊരു 3ാം ലിംഗക്കാരി. ഇവളുടെ മുൻകാല ചരിത്രങ്ങൾ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ബന്ധത്തിൽ ഏർപ്പെടുകയില്ല. ഇവളാദ്യം കാണുമ്പോൾ ഒരു പാവപ്പെട്ട ഒരു കൊച്ചി, ഇപ്പോൾ സാധാരണ ഞങ്ങളുടെ ഈ രൂപത അടിസ്ഥാനത്തിലൊക്കെ എവിടെയെങ്കിലും നിൽക്കുമ്പോഴെന്ന് പറയുമ്പോൾ അത് നല്ല സൗമ്യതയും നല്ല സ്വഭാവ രീതികളുള്ളവരെ അവരെ കയറ്റത്തുള്ളൂ, മനസ്സിലായി. അല്ലാത്തവരൊന്നും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും കയറ്റത്തില്ല, മത അടിസ്ഥാനത്തിലൊന്നും ആരെയും കയറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കായിപ്പോയി. ആ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇവളെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറായത്. ഇല്ല ഞങ്ങൾ ഈ സംഭവം ഈ 3 മാസം കഴിഞ്ഞ് ഇവരുടെ രീതികൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാരണവശാലും ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല. അവളെ അത് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞൂടാ. പക്ഷേ ഇവള് ഫ്രോഡാണെന്നുള്ളത് കാര്യം, എൻ്റെ മകന് സ്വന്തം ഭർത്താവിനെ ഇവള് വെട്ടാൻ തിരിഞ്ഞപ്പോൾ അത് ഇപ്പോൾ ഞങ്ങൾ ഒടുവില്ലെന്നാണ് അറിയണത്. ഞങ്ങളിപ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ കൈഞ്ഞരമ്പ് വെട്ടിമുറിച്ചപ്പോൾ ഇവൾ ഫ്രോഡാണെന്നുള്ളത് ഉറപ്പായിട്ട് ഞങ്ങളത് മനസ്സിലായി. റൈനോൾഡ് എന്ന് പറഞ്ഞ ഇപ്പോൾ കിഴക്കശുള്ള തന്നെ. അപ്പോൾ അത് ഈ റൈനോൾഡും മദ്യപാനിയാണ്. അപ്പോൾ ഇതിനെല്ലാവരും ഉണ്ട്. ഇതിനകത്ത് ഇവർ കൊലയിലുണ്ടാകുന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവർ എല്ലാവരും കൂടിയാണ് ഈ കോർത്തശ്ശേരി മദ്യപിക്കുകയും ഇവർ പാർട്ടി കൂടിയൊക്കെ ചെയ്യുന്നത്. റൈനോൾഡിനെ വീടൊക്കെ എടുത്തു കൊടുത്ത റൈനോൾഡാണല്ലേ, വാടക വീട്? വാടക വീട് എടുത്തു കൊടുത്തതും പിന്നെ എൻ്റെ വീട്ടിൽ ഇവിടെ ഇങ്ങനെ ഫാനൊക്കെ അടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ കേസായി. മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ കൊണ്ടൊക്കെ ഞങ്ങൾ കേസ് കൊടുത്തു. ഇവരുടെ വസ്ത്രങ്ങളൊക്കെ ഇവരെ പുറത്തിറങ്ങി വലിച്ചു കയറി ഞാൻ അവരെ മാനഭംഗപ്പെടുത്താൻ ചെന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വ്യാജ പരാതികളും കൊണ്ട്
മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ചെന്നു. ഞാനും രാവിലെ ചെന്നു. ഞാൻ കാര്യങ്ങൾ സാറിൻ്റെ എല്ലാ കാര്യങ്ങൾ പറയും. സാറേ ഇന്ന പോലെയാണ് സംഭവങ്ങൾ, അതുകൊണ്ട് പിന്നെ എന്നെ അടിക്കാനായിട്ട് ഒരുങ്ങി. രാത്രി 11 മണിയായപ്പോൾ ഇവർ വസ്ത്രങ്ങളൊക്കെ വലിച്ചു കീറി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അങ്ങനെയൊക്കെയാണ് എന്നെ അകപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പരാതി തന്നതെന്ന് പറയും. അപ്പോൾ അപ്പച്ചൻ വിഷമിക്കേണ്ട, അവിടെ മാറിയിട്ട് സാറ് വരട്ടെന്ന് പറഞ്ഞ് ഞാനവിടെ ഇരുന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവരെ കൊണ്ട് പേരെഴുതി ഒപ്പുവെച്ച് ഇനിയൊരു പ്രശ്നം ഇതിൽ മേലിലുണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഷർമ്മകളെ കൊണ്ട് പേരെഴുതി ഒപ്പുവെച്ച് അങ്ങനെ ഒരു ഫേസ് മണ്ണഞ്ചേരി കിടപ്പുണ്ട്. കല്യാണത്തിന് വന്ന് സുബ്ബരാമയുടെ ആൾക്കാർ തന്നെയാണ്, സുബ്ബരാമ തന്നെ ക്ഷണിച്ചിട്ട് വന്നതാണ്. അല്ലാതെ കണ്ട് കല്യാണത്തിന് ഇവളുടെ കൂടെ വരാനായിട്ട് ആരുമില്ല. ഇവിടെ എറണാകുളത്താണ് അവിടെ വന്നാണ് ഈ സുബ്ബരാമയുടെ കീഴിൽ നിന്നുണ്ട് അവരുടെ ഒരു ഈ ഹോസ്റ്റൽ പോലുള്ള ഒരു എണ്ണമുണ്ട് ഈ സുബ്ബരാമക്ക്. ഇല്ല, എനിക്ക് ഇവരുടെ സാമ്പത്തികത്തെ വഴിയൊന്നും അറിഞ്ഞുകൂടാ. അപ്പം ഞങ്ങൾക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ മംഗലാപുരത്ത് ഒരുപാട് സ്വത്തുകളുണ്ട്, സ്വർണ്ണമുണ്ട്, ഫ്ലാറ്റുണ്ട്, ഇവിടെ ഈ എറണാകുളത്ത് ഫ്ലാറ്റൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങളെ ധരിപ്പിച്ചത്. അതൊന്നും ഞങ്ങൾ ചിന്തിച്ചില്ല. ഞങ്ങൾ ഇവരുടെ സ്വത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചില്ല. 7,000 രൂപയുടെ കണക്ക് പറഞ്ഞത് ഇവള് കല്യാണത്തിന് മുൻപ് അവിടെ സുഭദ്രാമ്മയോട് നിൽക്കുമ്പോൾ 7,000 രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നു. നിൽക്കുമ്പോൾ 7,000 രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് സുഭദ്രാമ്മ ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്. അപ്പോഴാണ് ഞങ്ങൾ ഈ സത്യത്തെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഇവള് മേടിച്ച പൈസയുടെ കാര്യം എന്ന് പറയണത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാനല്ല. അല്ല, ഇവിടെ വെച്ച് തർക്കം ഉണ്ടായിരുന്നു. തർക്കം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവളും സുഭദ്രാമ്മയും തമ്മിൽ ഇവര് ഈ കാശിന്റെ പണത്തിനെ കുറിച്ച് സംസാരം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഇവിടെ വെച്ച് ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, കാശ് ഞാൻ തന്നോളാം. അങ്ങനെ ഞാൻ 7,000 രൂപ 2 പ്രാവശ്യമായിട്ട് ഇവിടെ കൊടുത്ത് അവരെ സന്തോഷമായിട്ട് ഞങ്ങൾ പറഞ്ഞുവിടുകയും ചെയ്തു. പക്ഷേ അവരെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ, എൻ്റെ അഭിപ്രായത്തിൽ പറയാനാണെങ്കിൽ അവർ നല്ലൊരു പെണ്ണും പിള്ളേ. അവരെത്ര വയലാണെന്നുള്ളൊരു പ്രായമല്ലേ, 10-71 വയസ്സില്ല അവർക്ക്. ഇവരൊരു കാരണവശാലും ഇങ്ങനെ ഒരു തീരകൃത്യം ചെയ്യാൻ പാടില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.